ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവർ സിസ്റ്റംസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഡിസൈൻ ഓഫ് ഓവർ ഹെഡ് ലൈൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഇൻഡക്റ്റൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ബാക്കി GMD GMR ഒക്കെയുള്ള ഇക്വേഷൻസ് നമ്മൾ നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ആണ്. ഓക്കെ, ട്രാൻസ്മിഷനിൽ കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്തൊക്കെയാണ്, ചാർജിങ് കറണ്ട് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ, അതുപോലെ ഇൻ്റർഫറൻസ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ ലൈൻ, അതുപോലുള്ള ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം കപ്പാസിറ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കണ്ടക്ടേഴ്സിൽ എന്തുണ്ടാവും, രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ എയർ എന്ന് പറയുന്ന ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്. അപ്പോൾ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം വന്നാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും, കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. ആ കപ്പാസിറ്റർ കാരണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ലീഡിങ് കറണ്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ട്രാൻസ്മിഷൻ ലൈൻ കണ്ടക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പാസിറ്റർ ബിറ്റ്വീൻ ദം. The conductors of a transmission line act as a parallel plate of a capacitor. കപ്പാസിറ്റർ നമുക്ക് രണ്ട് പാരലൽ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെക്കുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സ് ആയിട്ടാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക, പാരലൽ പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഇടയിലുള്ള എയർ എന്ന് പറഞ്ഞ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഡൈഇലക്ട്രിക് മീഡിയം ആയിട്ടും ആക്ട് ചെയ്യും. ആ കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ എന്ത് ചെയ്യും, ഗീവ്സ് റൈസ് ടു ദ ലീഡിങ് കറണ്ട് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ ലീഡിങ് കറണ്ടാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ കപ്പാസിറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കപ്പാസിറ്റൻസ് എപ്പോഴും ലീഡിങ് കറണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ലൈൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. അത് നമ്മുടെ കപ്പാസിറ്റൻസ് ട്രാൻസ്മിഷൻ ലൈനിലുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. അതായത് നമ്മുടെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ എന്ന് വെച്ചാൽ ഒരു 75 to 80 കിലോമീറ്റേഴ്സ് റേഞ്ചിൽ വരുന്നതാണ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയാം. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിലാണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിലും ലോ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിലും കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുക്കുക. അതുപോലെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. പക്ഷേ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിലും ലോങ് ട്രാൻസ്മിഷൻ ലൈനിലാണ് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് എന്ത് വരാം, കൂടുതലായിട്ട് നമ്മുടെ ലൈനിനെ എഫക്റ്റ് ചെയ്യാം. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഹൈ വോൾട്ടേജ് ആൻഡ് ലോങ് ലൈൻസ്, ഹൈ വോൾട്ടേജ് ലൈനിൻ്റെ കേസിലും ലോങ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിലും ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ്. അത് ഇൻഡക്റ്റൻസിനേക്കാളും റെസിസ്റ്റൻസുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിലും ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിലും കപ്പാസിറ്റൻസ് എഫക്റ്റ് ആണ് എന്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞ രണ്ട് കണ്ടക്ടേഴ്സ് എയും ബി എന്ന് പറഞ്ഞ രണ്ട് കണ്ടക്ടേഴ്സ്, അതിൻ്റെ ഇടയിൽ എന്താണ് എയർ എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ട്. ഈ രണ്ട് എയും ബിയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് എന്ത് ചെയ്യും, ആ ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്യും. അതാണ് CAB എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്യും. ഇനി CABക്ക് നമുക്കൊരു ഇക്വേഷൻ വേണം നോക്കാം. അത് കപ്പാസിറ്റൻസ് ഓഫ് എ 2 വയർ ലൈൻ, അത് രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. That is the capacitance of the transmission line along with the conductance forms the shunt admittance. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ലീക്കേജ് കറണ്ടിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. അത് രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്. ആ ഡൈഇലക്ട്രിക് മീഡിയത്തിൽ എന്തെങ്കിലും ഇൻപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യും, ഒരു ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും. ആ ലീക്കേജ് കറണ്ടിൻ്റെ എഫക്റ്റും കൂടി ആ എഫക്റ്റും പിന്നെ നമ്മുടെ ലൈൻ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റും ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും, ഒരു ഷണ്ട് അഡ്മിറ്റൻസ്, പാരലായിട്ടുള്ള ഒരു ഷണ്ട് അഡ്മിറ്റൻസ് എന്ത് ചെയ്യും അവിടെ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ അലോങ് വിത്ത് ദ കണ്ടക്ടൻസ് ഫോംസ് ദ ഷണ്ട് അഡ്മിറ്റൻസ്. ഓക്കെ, ഇനി കണ്ടക്ടൻസ് എങ്ങനെ ഉണ്ടാവുക, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലീക്കേജ് ഓവർ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. നമ്മൾ കണ്ടക്ടറിൻ്റെ സർഫസിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും. അത് കാരണം പ്രൊഡ്യൂസ് ചെയ്യും, കണ്ടക്ടൻസ് ഉണ്ടാവും. ആ കണ്ടക്ടൻസും നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലുള്ള കപ്പാസിറ്റൻസും കൂടി ചേർന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഷണ്ട് അഡ്മിറ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി സപ്പോസ് നമ്മൾ രണ്ട് കണ്ടക്ടേഴ്സ് എടുക്കുന്നു, A ആൻഡ് B. അതിൻ്റെ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ റേഡിയസ് 6 ആണ്. ആ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷനാണ് VAB ഈസ് ഈക്വൽ ടു 1/2πε QA. അതായത് QA എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അതിൻ്റെ ചാർജ് നാച്ചുറൽ ലോഗരിതം ഓഫ് DAB/DAA. നമ്മൾ GMDയും GMR ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക. DAB എന്ന് പറഞ്ഞാൽ എൻ്റെയും ബിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ DAA എന്ന് പറയുന്നത് അതിൻ്റെ സെൽഫ് GMR ആണ്. ഓക്കെ, പ്ലസ് QB രണ്ടാമത്തെ കണ്ടക്ടേഴ്സിൻ്റെ ചാർജ് നാച്ചുറൽ ലോഗരിതം DBB ഡിവൈഡ് ബൈ DBA. ഓക്കെ, അതിൽ QA എന്ന് പറയുന്നത് ചാർജ് ഓൺ കണ്ടക്ടർ A, QB ചാർജ് ഓൺ കണ്ടക്ടർ B, VAB എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതാണ് നമുക്ക് വേണ്ടത്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് A ആൻഡ് B. എപ്സിലോൺ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. ഓക്കെ, നമുക്കറിയാം രണ്ട് ചാർജും കൂടി ചേർന്നതാവും രണ്ട് ടോട്ടൽ സം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ QA - QB. അപ്പോൾ ഡെറിവേഷൻ
ഒന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ വി എ ബി ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും 1/2 എപ്സിലോൺ ക്യു എ എൽ എൻ ഡി ബൈ ആർ. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ രണ്ട് കണ്ടക്ടേഴ്സ്, ആർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ റേഡിയസ് എന്നാണ്, മൈനസ് ക്യു എ എൽ എൻ ആർ ബൈ ഡി. ഓക്കെ, അപ്പോൾ രണ്ട് സ്ഥലത്തും ക്യു എ കോമൺ ആണ്, ക്യു എ പുറത്തെടുക്കുക, എന്ത് കിട്ടും 1/2 എപ്സിലോൺ ക്യു എ എൽ എൻ ഡി ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഡി ബൈ ആർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലോഗരിതം മാറ്റുന്ന സമയത്ത് എന്ത് കിട്ടും, എൻ ഇൻറ്റു നമുക്കറിയാം എൻ ലോഗ് എം എന്ന് പറയുന്നത് എന്താണ്, ഇസ് ഈക്വൽ ടു ലോഗ് എം റേസ് ടു എൻ. നമ്മൾ മാത്സിലൊക്കെ പഠിക്കാറുണ്ട്, എൻ ലോഗ് എം ഇസ് ഈക്വൽ ടു ലോഗ് എം റേസ് ടു എൻ. ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വി എ ബി ഇസ് ഈക്വൽ ടു, ഇവിടെ 2 ഉണ്ട്, 2 ഇൻറ്റു എന്തായി പോകും, ക്യാൻസലായി പോകും, 1/π ഇൻറ്റു എപ്സിലോൺ ക്യു എ എൽ എൻ ഡി ബൈ ആർ. ഓക്കെ, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ വി ആൻഡ് എ ആൻഡ് ബി. വി എ ബി ആണ് കണ്ടുപിടിച്ചത്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, സി എ ബി. അത് രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സി എക്ക് നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു എന്താണ്, ക്യൂ ബൈ വി ആണല്ലേ, സി ഈക്വൽ ടു ക്യൂ ബൈ വി, ദാറ്റ് ഈസ് സി എ ബി ഇസ് ഈക്വൽ ടു ക്യൂ എ ബൈ വി എ ബി. ദാറ്റ് ഈസ് രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യുക, ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ക്യൂ എ ക്യാൻസൽ ആവും, ആൻസർ എന്ത് കിട്ടും, പൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എൽ എൻ ഡി ബൈ ആർ ഫാരഡ് പെർ മീറ്റർ. ഇതാണ് എന്ത്, നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. ട്രാൻസ്മിഷൻ ലൈനിലെ 2 വയർ ട്രാൻസ്മിഷൻ ലൈനിലെ കപ്പാസിറ്റൻസ് ഇക്വേഷൻ സി എ ബി ഇസ് ഈക്വൽ ടു പൈ എപ്സിലോൺ നാച്ചുറൽ ലോഗരിതം ഓഫ് ഡി ബൈ ആർ. എൽ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 കണ്ടക്ടേഴ്സ്, ആർ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് കണ്ടക്ടർ, യൂണിറ്റ് എന്ന് പറയുന്നത് എഫ് ബൈ എം ഫാരഡ് പെർ മീറ്റർ ആണ്. ഓക്കെ, സി എ ബി ഇസ് റെഫർ ടു ലൈൻ ടു ലൈൻ കപ്പാസിറ്റൻസ്. ഇനി ഇഫ് ദ 2 കണ്ടക്ടേഴ്സ് എ ആൻഡ് ബി ആർ ഓപ്പോസിറ്റ്ലി ചാർജ്, രണ്ട് കണ്ടക്ടേഴ്സ് എ ആൻഡ് ബി ഉണ്ട് നമ്മൾ പറഞ്ഞു, അതിൽ ചാർജ് ഓപ്പോസിറ്റ് ചാർജിലാണ്, അതായത് ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് 0. അത് എൻ്റെയും ബിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ ഓരോ കണ്ടക്ടറിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹാഫ് വി എ ബി. ഓക്കെ, ഹാഫ് ഇൻറ്റു വി എ ബി, അതായത് വി എ എന്ന് പറയുന്ന കണ്ടക്ടറിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹാഫ് വി എ ബി ആയിരിക്കും. അതുപോലെ വി ബി രണ്ടാമത്തെ ഇതിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഫ് വി എ ബി തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ പോയിന്റ് അസ്യൂം ചെയ്യാം. ന്യൂട്രൽ പോയിന്റ് എൻ്റെയും ന്യൂട്രൽ പോയിന്റ് അടുക്കുള്ള കപ്പാസിറ്റൻസ് ആണ് സി എൻ. ഓക്കെ, ആ സി എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, സി എൻ ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ഈച്ച് കണ്ടക്ടർ ആൻഡ് ദ പോയിന്റ് ഓഫ് സീറോ പൊട്ടൻഷ്യൽ എൻ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ക്യൂ ബൈ വി ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സി എൻ എന്ന് പറയുന്നത് ക്യൂ ബൈ വി ആണ്. അതിൽ വിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയാൽ, വി ഇസ് ഈക്വൽ ടു ഹാഫ് വി എ ബി എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടും, ക്യൂ എ ബൈ ഹാഫ് വി എ ബി. വി എ ബിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കപ്പാസിറ്റൻസ് സി എൻ ഇസ് ഈക്വൽ ടു 2π എപ്സിലോൺ എൽ എൻ ഡി ബൈ ആർ. ഓക്കെ, 2π എപ്സിലോൺ എൽ എൻ ഡി ബൈ ആർ. അത് രണ്ട് കണ്ടക്ടേഴ്സ് ഓപ്പോസിറ്റ്ലി ചാർജഡ് ആണ്, അതുമാത്രമല്ല അതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ ആ നമ്മുടെ കണ്ടക്ടറും നമ്മുടെ 0 പോയിന്റ് ഓഫ് പൊട്ടൻഷ്യലും തമ്മിലുള്ള കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 2π എപ്സിലോൺ എൽ എൻ ഡി ബൈ ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് സി എ ബി, നമുക്ക് വേണ്ടത് സി എ ബി ആണ്. അത് എ ആൻഡ് ബിൻ്റെയും ഇടയിലുള്ള ഇതാണ് വേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് സി എ ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഇവിടെയുള്ള കപ്പാസിറ്റൻസ് പ്ലസ് ഇവിടെയുള്ള കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് സി എ ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 2 ഇൻറ്റു that is Cn is equal to, that is capacitance to neutral is twice the capacitance between the conductors. രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസ് എന്തായിരിക്കും, സം ആയിരിക്കും. ദാറ്റ് ഈസ് ന്യൂട്രലിൻ്റെയും കണ്ടക്ടറിൻ്റെ അടുക്കുള്ള കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു കിട്ടും 2 ഇൻറ്റു സി എ ബി. ഈ ഒരു റിലേഷൻ ഓർത്ത് വെച്ചേക്കാം. കപ്പാസിറ്റൻസ് ടു ന്യൂട്രൽ ഈസ് ട്വൈസ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. ഓക്കെ, അതിൽ എപ്സിലോൺ പെർമിറ്റിവിറ്റി എപ്സിലോൺ എന്നൊക്കെ നമുക്കറിയാം, എപ്സിലോൺ 0 എപ്സിലോൺ R ആണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് 1/4π 9 × 10⁻⁹ ആൻഡ് വാല്യൂ കിട്ടും 8.85 × 10⁻12. ഇതൊക്കെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. എയറിൻ്റെ കേസിലാണെങ്കിൽ എന്തുകൊണ്ട് എപ്സിലോൺ 0ൻ്റെ വാല്യൂ 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സി എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1/18 × 10⁻9 ln d ബൈ ആർ. ഓക്കെ, ഓരോ കേസസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. നെക്സ്റ്റ് അപ്പോൾ 2 വയറിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. നെക്സ്റ്റ് സിമ്മട്രിക്കൽ 3 ഫേസ് ലൈനിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 ഫേസ് ലൈൻ എ ബി സി എന്ന് പറയുന്ന 3 ലൈൻസ് കൺസിഡർ ചെയ്യുക. സിമ്മട്രിക്കൽ ആണെന്ന് വെച്ചാൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ത് ചെയ്യുന്നത്, അത് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെറിവേഷനൊക്കെ ഉണ്ട്, നമുക്ക് ആവശ്യമില്ല. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സി എ കപ്പാസിറ്റൻസ്
എ ഫേസിലുള്ള കപ്പാസിറ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആണ് നമ്മൾ എടുക്കുന്നത് 2πε0 log d/r. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ സെയിം ന്യൂട്രൽ ടു നമ്മളിവിടെ ന്യൂട്രലിൻ്റെയും കണ്ടക്ടറിൻ്റെ ഇടയിലുള്ള വാല്യൂ എന്താ കിട്ടിയത് 2πε ln d/r അല്ലേ. അതേ ഇക്വേഷൻ തന്നെയാണ് എന്തിന് കിട്ടുക, സിമെട്രിക്കൽ 3 ഫേസ് ലൈനിൽ എടുത്താലും സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. ദാറ്റ് ഈസ് CA is equal to 2πε0 log d/r. That is the equation is identical to the capacitance to neutral for a 2-wire line. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്താം, കണ്ടക്ടർ ബിയുടെയും കണ്ടക്ടർ സിയുടെയും ഇക്വേഷൻ എഴുതാം. എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും 2πε0 log d/r എന്ന് വെച്ചാൽ ഒരു 2-വയർ ലൈനിൻ്റെ കപ്പാസിറ്റൻസ് ടു ന്യൂട്രൽ ഇക്വേഷൻ തന്നെയാണ്. അതിൻ്റെ വാല്യൂ തന്നെയായിരിക്കും എന്തിൽ വരിക, ഒരു സിമെട്രിക്കൽ 3 ഫേസ് ലൈനിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും സെയിം തന്നെയായിരിക്കും 2πε0 log d/r. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ടു ന്യൂട്രൽ കപ്പാസിറ്റൻസ്. ഇപ്പോൾ നമ്മൾ നോക്കിയത് ഫേസിൻ്റെ ഇടയിലുള്ള ഇതാണ്. അപ്പോൾ ലൈൻ ടു ന്യൂട്രൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് Q/VAN. ആൻസർ എന്ന് എന്ത് കിട്ടും, 1/18 × 10⁹ ln d/r. ഓക്കെ, ഇനി നമ്മൾ കിലോമീറ്റേഴ്സിലേക്ക് മാറ്റുന്ന സമയത്ത് 1/18 ln d/r എന്ന് വരും. മൈക്രോ ഫാരഡേ പെർ കിലോമീറ്റർ 10⁹ നമ്മൾ മൈക്രോ ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് കിലോമീറ്റർ മൈക്രോ ആക്കുക, എന്നിട്ട് കിലോമീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് 1/18 ln d/r മൈക്രോ ഫാരഡേ പെർ കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, കപ്പാസിറ്റൻസ് ഓഫ് എ സിമെട്രിക്കൽ 3 ഫേസ് ലൈൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ 2-വയർ ലൈൻ. അത് 2-വയർ ലൈനിൻ്റെയും സിമെട്രിക്കൽ 3 ഫേസ് ലൈനിൻ്റെയും കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ, രണ്ടിൻ്റെ ഇക്വേഷൻ സെയിം തന്നെയാണ്. നെക്സ്റ്റ് അൺസിമെട്രിക്കൽ സ്പേസിംഗ് ആണെങ്കിൽ, ഓക്കെ, നമ്മൾ അൺസിമെട്രിക്കൽ സ്പേസിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അതുപോലെ ട്രാൻസ്പോസിങ് എന്താ നമ്മൾ പറഞ്ഞു. ആദ്യം ഓരോ റെഗുലർ ഇൻ്റർവെല്ലിൽ പൊസിഷൻ എന്ത് ചെയ്യുക, മാറ്റി മാറ്റി കൊണ്ടുവരുന്നതിനെയാണ് ട്രാൻസ്പോസിങ് ഓഫ് ലൈൻ എന്ന് വിളിക്കുക. അൺസിമെട്രിക്കൽ സ്പേസിങ്ങിൻ്റെ കേസിലാണെങ്കിൽ സപ്പോസ് ബാലൻസ്ഡ് കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ എന്തായിരിക്കും, CA is equal to 2πε log ആക്ച്വൽ ഇക്വേഷൻ d/r ആണ്. ഇപ്പോൾ അൺസിമെട്രിക്കൽ സ്പേസിംഗ് ആയതുകൊണ്ട് നമുക്ക് d ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ പകരം എന്ത് ചെയ്യും, റൂട്ട് ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യൂബ് റൂട്ട് ഓഫ് d1 d2 d3. ഡിൻ്റെ പകരം എന്ത് ചെയ്യുക, ക്യൂബ് റൂട്ട് ഓഫ് d1 d2 d3. അതിൽ d1 എന്ന് പറയുന്നത് ഒന്നിൻ്റെയും 2ൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്, d2 എന്ന് പറയുന്നത് 2ൻ്റെയും 3 രണ്ടാമത്തെ ലൈനും മൂന്നാമത്തെ ലൈനിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, d3 എന്ന് പറയുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെ ലൈനിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഓരോ ഡിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കുക, ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഡിയുടെ വാല്യൂ കിട്ടുക. അപ്പോൾ കപ്പാസിറ്റൻസ് ഫ്രം കണ്ടക്ടർ ടു ന്യൂട്രൽ CA is equal to 2πε0 log ക്യൂബ് റൂട്ട് ഓഫ് d1 d2 d3 ഡിവൈഡഡ് ബൈ r എന്ന് കിട്ടും. d1 d2 d3 എന്ന് പറയുന്നത് ഓരോ ഫേസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അൺസിമെട്രിക്കൽ സ്പേസിംഗിൽ ഉള്ള ഇക്വേഷൻ. ഇനി ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ, ബണ്ടിൽ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ നോക്കിയിരുന്നത് എന്താ, ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും അല്ലേ, ഒരുപാട് കണ്ടക്ടേഴ്സ് സെയിം പോലത്തുള്ള ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതാണ് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് R എന്തായാലും എടുക്കാൻ പറ്റില്ല, ഡയറക്റ്റ് R ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇൻഡക്റ്റൻസിൽ നോക്കിയ പോലെ തന്നെ ഇവിടെ എന്ത് വരും, ആറിൻ്റെ ഇക്വേഷനൊക്കെ മാറും. അപ്പോൾ ആണ് GMR ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് R ഇക്വേഷനിൽ എന്ത് വരും, DSCB എന്ന് പറയുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് GMR ഓഫ് എ ബണ്ടിൽഡ് കണ്ടക്ടർ. ഒരു ബണ്ടിൽഡ് കണ്ടക്ടറിൻ്റെ GMR ആണ് DSC എന്ന് പറയുന്നത്. അപ്പോൾ 2 കണ്ടക്ടർ ബണ്ടിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ റൂട്ട് ഓഫ് DS ഇൻറ്റു D ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് DS ഇൻറ്റു D. ഓക്കെ, അത് സെൽഫ് GMR ആണ്, DS എന്ന് പറയുന്നത് ഇൻറ്റു ഡിസ്റ്റൻസ് D. ഓക്കെ, 3 കണ്ടക്ടർ ബണ്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ക്യൂബ് റൂട്ട് ഓഫ് DS ഇൻറ്റു D സ്ക്വയർ, ക്യൂബ് റൂട്ട് ഓഫ് സെൽഫ് GMR ഇൻറ്റു D സ്ക്വയർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. 4 കണ്ടക്ടർ ബണ്ടിലാണെങ്കിൽ എന്ത് കിട്ടും, ഇക്വേഷൻ എന്ന് പറയുന്നത് 1.09 ഇൻറ്റു റൂട്ട് ഓഫ് 4th റൂട്ട് ഓഫ് DS ഇൻറ്റു D ക്യൂബ്. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ, നമ്മൾ ആറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് CA is equal to നമ്മൾ നേരത്തെ നോക്കി 2πε നാച്ചുറൽ ലോഗം ഓഫ് d/r പകരം എന്ത് ചെയ്യുക, DSC എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഓരോ കേസിലുള്ള DSCയുടെ വാല്യൂ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. 2-വയർ ലൈൻ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് DS ഇൻറ്റു D, സെൽഫ് GMD ആണ് DS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 3 കണ്ടക്ടർ ബണ്ടിലാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് DS ഇൻറ്റു D സ്ക്വയർ. അതുപോലെ 4 കണ്ടക്ടർ ബണ്ടിലാണെങ്കിൽ ഫോർത്ത് റൂട്ട് ഓഫ് DS ഇൻറ്റു D ക്യൂബ്. ഓക്കെ, ഇത്രയാണ് എന്തിൽ വരിക, നമ്മളെ
കപ്പാസിറ്റൻസ് ഓഫ് എ ബണ്ടിൽഡ് കണ്ടക്ടർ ലൈൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജിങ് കറണ്ട് ഉണ്ടാവും. എങ്ങനെ ചാർജിങ് കറണ്ട് ഉണ്ടാവുക? നമുക്കറിയാം, രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ ഡൈഇലക്ട്രിക് മീഡിയറ്റ് എയർ ആണുള്ളത്. അപ്പോൾ when the voltage is applied across the sending end of the transmission line, നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൽ സെൻഡിങ് എൻഡിലേക്ക് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും? കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. കാരണം എന്താ? ഡൈഇലക്ട്രിക് മീഡിയത്തിൽ എന്തുണ്ട്? ഇൻപെർഫെക്ഷൻസ് ഉണ്ടാവാം. ആ ഇൻപെർഫെക്ഷൻസ് കാരണം കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ നടക്കും. ആ കറണ്ട് ഫ്ലോനെ വിളിക്കുന്ന പേരാണെന്ത്? ചാർജിങ് കറണ്ട്. ഓക്കെ, ആ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണുള്ളത്? നമ്മുടെ ലൈനിൻ്റെ കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ചാർജിങ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ്, ഫ്രീക്വൻസി ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് ദ ലൈൻ. ഓക്കെ, അത് നമ്മുടെ ഡൈഇലക്ട്രിക് മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആയതുകൊണ്ട് കപ്പാസിറ്റൻസിന് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ചാർജിങ് കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ്, ഫ്രീക്വൻസി ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് ദ ലൈൻ. അപ്പോൾ ചാർജിങ് കറണ്ട് ഐ സിക്ക് ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം, VN ഡിവൈഡഡ് ബൈ -JXC. ഓക്കെ, അല്ല എക്സി എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. എന്നിട്ട് 1/ωc സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? J×2πfCV. ഓക്കെ, ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? ചാർജിങ് കറണ്ടിൻ്റെ ഇക്വേഷൻ. അതിൽ എന്ന് പറയുന്നത് ആംപിയർ ആണ്, യൂണിറ്റ് ആണ്. അപ്പോൾ J2πf×CV ആണ് എന്തിൻ്റെ ഇക്വേഷൻ? ചാർജിങ് കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കും ചാർജിങ് കറണ്ട് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ കപ്പാസിറ്റൻസിനെ ഡിഫെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ചാർജിങ് കറണ്ടിന് എന്താണ് ചാർജിങ് കറണ്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ചാർജിങ് കറണ്ട് എന്ത് ചെയ്യും? ആദ്യം ഇറ്റ് റെഡ്യൂസസ് ദ ലോഡ് കറണ്ട്. ലോഡ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യും. ചാർജിങ് കറണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ലോഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും? ലോഡ് കറണ്ട് കുറയാണ്, IL കുറയാണ്. IL കുറയുന്നതുകൊണ്ട് I²R കോപ്പർ ലോസ്, ലൈൻ ലോസസ് എന്ത് ചെയ്യും? കുറയും. ലൈൻ ലോസസ് കുറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ചാർജിങ് കറണ്ട് കാരണം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് കുറയും, അത് കാരണം ലോസസ് കുറയും, അത് കാരണം ട്രാൻസ്മിഷൻ ലൈൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ ലീഡിങ് ചാർജിങ് കറണ്ട് എന്ന് വെച്ചാൽ കപ്പാസിറ്റീവ് കറണ്ടാണ്, ലീഡിങ് കറണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പവർ ഫാക്ടർ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും. ഇറ്റ് ഇംപ്രൂവ്സ് ദ പവർ ഫാക്ടർ ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. അതുമാത്രമല്ല ഇറ്റ് ഇംപ്രൂവ്സ് ദ ലോഡ് കപ്പാസിറ്റി ഓഫ് ദ ലൈൻ. ലോഡിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. അതേപോലെ എഫക്റ്റീവ്ലി വോൾട്ടേജ് റെഗുലേഷനും കൂടി എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. കാരണം ലോഡ് കറണ്ട് കുറവാണ്, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കും. വോൾട്ടേജ് ഡ്രോപ്പ് കുറവായതുകൊണ്ട് തന്നെ വോൾട്ടേജ് റെഗുലേഷൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ചാർജിങ് കറണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്? അതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അതുപോലെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും, ലോഡ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യും, അതുപോലെ വോൾട്ടേജ് റെഗുലേഷനും കൂടി എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ടോപ്പിക്കാണ് ഇൻ്റർഫറൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പാരലായിട്ട് തന്നെ കൂടെ തന്നെ എന്തും കൂടി പോകുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ ലൈനും കൂടി പോകുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ എന്ത് ചെയ്യും? ഇൻ്റർഫറൻസ് സംഭവിക്കും. അത് രണ്ട് സിഗ്നൽസ്, ഇവിടുന്ന് പോകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസും അവിടുന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ ലൈനിലുള്ള കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസും തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. കാരണം ഒന്ന് കമ്മ്യൂണിക്കേഷൻ ലൈൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. അതേപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻസ്, ട്രാൻസ്മിഷൻ ലൈൻസ് വന്ന് കപ്പാസിറ്റൻസ് എഫക്റ്റ് കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലൈനിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും തമ്മിൽ എന്ത് സംഭവിക്കും? ഇൻ്റർഫറൻസ് സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കും? കുറച്ചും ഡിസഡ്വാൻറ്റേജസും ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർഫറൻസ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. That's the transmission line transmits bulk power with a relatively high voltage. ട്രാൻസ്മിഷൻ ലൈനിൽ ഹ്യൂജ് പവർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഹൈ വോൾട്ടേജിലാണ് സാധാരണ ട്രാൻസ്മിഷൻ നടക്കുക. Okay, electromagnetic and electrostatic fields are produced by these lines having sufficient magnitude. ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ഇലക്ട്രോമാഗ്നറ്റിക് ലൈൻ ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ രണ്ട് ഫീൽഡ് കാരണം സംഭവിക്കും കമ്മ്യൂണിക്കേഷൻ ലൈൻസിൽ അഡീഷണൽ ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും കാരണം കമ്മ്യൂണിക്കേഷൻ ലൈൻസിൽ എന്തുണ്ടാവും? വോൾട്ടേജും കറണ്ടും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കാരണം എന്ത് സംഭവിക്കും? ഇൻ്റർഫറൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്ത് സംഭവിക്കും? ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ലൈനിൽ പോകുന്ന കറണ്ടിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യും? ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് കാരണമുള്ള കറണ്ട് ഉണ്ടാവും. അത് കാരണം ഡിസ്റ്റോർഷൻ സംഭവിക്കും. അത് കമ്മ്യൂണിക്കേഷൻ ലൈൻസിൻ്റെ വേവ് ഫോമിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് the currents are induced which is superimposed on the current of the neighboring communication line. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ലൈനിൽ പോകുന്ന കറണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഓക്കെ, അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാരണം എന്ത് സംഭവിക്കും? വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ലൈനിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും.
പക്ഷെ നമുക്കറിയാം കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെടുന്ന ഡിവൈസസ് ഒക്കെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിലായിരിക്കും. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് കൂടുകയാണെങ്കിൽ എക്സ്ട്രാ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എന്തായി പോകും, ഡാമേജ് ആയി പോകും. അപ്പോൾ ഇൻ്റർഫറൻസ് നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതുമാത്രമല്ല ഇനി ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റും ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റും എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പവർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ്. അതായത് ഇതാണ് പവർ സർക്യൂട്ട്, ഇത് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് എന്ത് ചെയ്യും, മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡിസ്റ്റൻസ് മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ എഫക്റ്റ് നമുക്ക് എന്ത് ഇൻ്റർഫറൻസ് എഫക്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻ്റർഫറൻസ് കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ് എന്താ, പവർ ലൈനും കമ്മ്യൂണിക്കേഷൻ്റെ ലൈനിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതല്ലാണ്ട് വേറൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, ട്രാൻസ്പോസിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ്റർഫറൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണിച്ചേക്കുന്നത് ഒരു ടെലിഫോൺ ലൈൻ ഇവിടെ പോകുന്നുണ്ട്, അതേപോലെ പവർ ലൈനും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുക്കാനുള്ള എന്താണ്, അതിൻ്റെ അടുക്കാണ് എന്ത് സംഭവിക്കുക, ഇൻ്റർഫറൻസ് സംഭവിക്കാം. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ടെലിഫോൺ ഇൻ്റർഫറൻസ്. ഓക്കെ, എന്തൊക്കെ ഫാക്ടറാണ് ഇൻ്റർഫറൻസിൽ ഉണ്ടാകുന്നത്? ഒന്ന്, ബിക്കോസ് ഓഫ് ദ ഹാർമോണിക്സ് ഇൻ ദ പവർ സർക്യൂട്ട്, ഫ്രീക്വൻസിയും മാഗ്നിറ്റ്യൂഡും. ഹാർമോണിക്സിൻ്റെ ഫ്രീക്വൻസി മാഗ്നിറ്റ്യൂഡും ഒക്കെ ഇൻ്റർഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുമാത്രമല്ല ഇലക്ട്രോ മാഗ്നറ്റിക് കപ്ലിംഗ് ബിറ്റ്വീൻ ദ പവർ ആൻഡ് ടെലിഫോൺ കണ്ടക്ടർ. പവർ ലൈനിൻ്റെയും കമ്മ്യൂണിക്കേഷൻ ലൈനിൻ്റെ ഇടയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് കപ്ലിംഗ് എന്ന് പറയുന്നത് എന്തിന് ഇൻ്റർഫറൻസിനെ നന്നായിട്ട് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇലക്ട്രിക് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ ബിറ്റ്വീൻ ഇറ്റ്സ് എ കപ്പാസിറ്റി കപ്ലിംഗ്. കപ്പാസിറ്റൻസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് കപ്ലിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കപ്ലിംഗ് ഉണ്ട്, മാഗ്നറ്റിക് കപ്ലിംഗ് ഉണ്ട്. ഇലക്ട്രിക് കപ്ലിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാരണം കപ്പാസിറ്റി കപ്ലിംഗ് ആണ് ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് കപ്ലിംഗ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിൻ്റെ എഫക്ട്, മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് ആണ് എന്ത് വരിക, അവിടെ മാഗ്നറ്റിക് കപ്ലിംഗ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് കപ്ലിംഗ് ആണ് ഇതിലൂടെ ഫോം ചെയ്യുന്നത്, പവർ ലൈനിൻ്റെയും ടെലിഫോൺ കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻബാലൻസ് ഇൻ പവർ സർക്യൂട്ട് ആൻഡ് ടെലിഫോൺ ലൈൻസ്. പവർ ലൈനിൻ്റെയും ടെലിഫോൺ ലൈൻസിൻ്റെയും ഇടയിലുള്ള പവറിനുള്ള ഇൻബാലൻസും കൂടി എന്തിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഇൻ്റർഫറൻസിന് കാരണമാവും. അതേപോലെ ടെലിഫോൺ സർക്യൂട്ടിൽ ഏത് ടൈപ്പ് ഓഫ് റിട്ടേൺ വയർ ഏതാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മെറ്റാലിക് വയർ ആണോ ഗ്രൗണ്ട് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇൻ്റർഫറൻസ് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ power line and telephone line is increased, then the induced voltage in telephone line can be reduced. അപ്പോൾ ഇൻ്റർഫറൻസ് കുറയ്ക്കാനുള്ള വൺ ഓഫ് ദ മെത്തേഡ് ആണെന്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പവർ ലൈൻ ആൻഡ് ടെലിഫോൺ ലൈൻ ഈസ് ഇൻക്രീസ്ഡ്. നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെയും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ലൈനിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അതുകൂടാണ് ഇറ്റ് ക്യാൻ ആൾസോ ബി റെഡ്യൂസ്ഡ് ബൈ ട്രാൻസ്പോസിങ് ദ ലൈനിൻ്റെ ട്രാൻസ്പോസ് ചെയ്താലും സംഭവിക്കും, നമ്മൾക്ക് ഇൻ്റർഫറൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ വേണ്ടി പറ്റും. ട്രാൻസ്പോസിങ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഓരോ ഫേസും എന്ത് ചെയ്യാം, ഒരു കൃത്യമായ ഇൻ്റർവേഴ്സിൽ പൊസിഷൻ മാറ്റി കൊണ്ടുവരാം. അപ്പോൾ എയുടെ പൊസിഷൻ, ഇപ്പോൾ എ ബി സി ഉണ്ടെങ്കിൽ ആദ്യം എയുടെ പൊസിഷൻ ടോപ്പിലായിരിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബിയുടെ പൊസിഷനിലേക്ക് എനെ കൊണ്ടുവരും, കുറച്ച് കഴിഞ്ഞിട്ട് സിയുടെ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അതിനനുസരിച്ച് ബിയും സിയും എന്ത് ചെയ്യും, നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഒരു റെഗുലർ ഇൻ്റർവെൽസ്. അതിനെയാണ് എന്തെന്ന് വിളിക്കുക, ട്രാൻസ്പോസിങ് ഓഫ് ദ ലൈൻ എന്ന് വിളിക്കുക. അപ്പോൾ ട്രാൻസ്പോസിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്, ഇൻ്റർഫറൻസ് ഓഫ് ലൈനിന് എന്ത് ചെയ്യുക, കുറയ്ക്കുക. കമ്മ്യൂണിക്കേഷൻ ലൈനിൻ്റെ ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോസിങ് ചെയ്യുന്നത്. ഓക്കെ, മുമ്പ് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇഫ് യു ഇൻക്രീസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ഫേസ് കണ്ടക്ടേഴ്സ് ദ ലൈൻ കപ്പാസിറ്റൻസ് ഈസ്. ഓക്കെ, നമ്മൾ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ, ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തെങ്കിലും ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, അത് രണ്ട് സ്പേസിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലൈൻ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഓർത്തുക, ഇഫ് ഇൻക്രീസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ഫേസ് കണ്ടക്ടേഴ്സ് ദ ലൈൻ കപ്പാസിറ്റൻസ് ഡിക്രീസസ്. ജസ്റ്റ് ബേസിക് ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം, കാരണം കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ എന്താണ്, എപ്സിലോൺ എ ബൈ ഡി. ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, ടു റെഡ്യൂസ് ദ റേഡിയോ ഇൻ്റർഫറൻസ് വിച്ച് ലൈൻ ആർ ട്രാൻസ്പോസ്ഡ്. റേഡിയോ ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് ലൈനാണ് ട്രാൻസ്പോസ് ചെയ്യേണ്ടത്? അത് പവർ ലൈൻ, ബി ബോത്ത് പവർ ലൈൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലൈൻ, സി എയ്തർ എ ഓർ ബി, ഡി നൺ ഓഫ് ദ. അപ്പോൾ ഏത് ലൈനാണ് നമുക്ക് ട്രാൻസ്പോസ് ചെയ്യേണ്ടത്? അപ്പോൾ പവർ ലൈനും ട്രാൻസ്പോസ് ചെയ്യാറുണ്ട്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ലൈനും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ എയ്തർ എ ഓർ ബി, ഒന്നുകിൽ പവർ ലൈൻ ട്രാൻസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ പവർ ലൈനും കമ്മ്യൂണിക്കേഷൻ ലൈൻ രണ്ടും എന്ത് ചെയ്യും, ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ എന്തായിരിക്കും, സി എയ്തർ എ ഓർ ബി. ഓക്കെ, അപ്പോൾ പവർ ലൈനും ട്രാൻസ്പോസ് ചെയ്യാറുണ്ട്, കൂടെ എന്തും കൂടി ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ലൈനും കൂടി എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്പോസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർഫറൻസ് കുറക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഇത്രയാണ് എന്ത് വരിക, കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് വരിക. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങളിൽ വരും നോക്കാം. ഒന്ന് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇക്വേഷൻസ്, അത് ABCD പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിനെ മോഡൽ ചെയ്യുക. അതാണ് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ. പാരാമീറ്റേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ABCD എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വെച്ചാൽ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ. അതിൽ തന്നെ T നെറ്റ്വർക്ക് ഉണ്ട്, പൈ നെറ്റ്വർക്ക് ഉണ്ട്. ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങൾ മാത്രം മതി, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടേംസ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഉണ്ട്, പിന്നെ സർജ് ഇമ്പിഡൻസ്, ലോഡിംഗ് ഉണ്ട്. എന്താണ് സർജ് ഇമ്പിഡൻസ്, എന്താണ് ലോഡിങ്, അതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തായിരിക്കും, മെയിനായിട്ട് രണ്ടോ അതിൽ കൂടുതൽ കണ്ടക്ടേഴ്സ് പാരലായിട്ടാണ് അത് ഫ്ലോ ചെയ്യുക. എന്തിനുണ്ട്, സോഴ്സ് നിന്ന് ലോഡിലേക്ക് കണക്ട് ചെയ്യുന്ന 2 or more കണ്ടക്ടേഴ്സ് ഇൻ പാരലൽ, അതിനാണ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വിളിക്കാം. ആ ട്രാൻസ്മിഷൻ ലൈൻ എന്ത് ചെയ്യും, സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് എന്ത് ചെയ്യും, എനർജി എന്ത് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, ദ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫോർ എനി വൺ ഓഫ് ദീസ് റീസൺസ്. പ്രൊപ്പഗേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഒന്ന് പവർ ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആവാം. ഇനി ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. 4 പാരാമീറ്റേഴ്സാണ് ട്രാൻസ്മിഷൻ ലൈനിലുള്ളത്. RLGC. ഓക്കെ, അതിൽ R എന്ന് പറയുന്നത് എന്താണ്, എഫക്റ്റീവ് സീരീസ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് R. L എന്തായിരിക്കും, എഫക്റ്റീവ് സീരീസ് ഇൻഡക്റ്റൻസ് പെർ ലൈൻ. G എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണ്, എഫക്റ്റീവ് ഷണ്ട് കണ്ടക്റ്റൻസ് ഓഫ് ലൈൻ ഇൻസുലേഷൻ പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പോൾ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അടുക്കുള്ള ഡയലക്ട്രിക് മീഡിയത്തിൽ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് കണ്ടക്റ്റൻസിൻ്റെ എഫക്റ്റ് ആയിട്ട് വരുന്നത്. ലാസ്റ്റത്തെ പാരാമീറ്റർ എന്നത് C ആണ്, ദാറ്റ് ഈസ് ഷണ്ട് കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇങ്ങനെ 4 പാരാമീറ്റേഴ്സാണ് എന്തിനുള്ളത്, ട്രാൻസ്മിഷൻ ലൈനിലുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ കറണ്ട് അച്ചീവ്ഡ് അറ്റ് ദ ഔട്ട്പുട്ട് ടു ദ കറണ്ട് അപ്ലൈഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദ സിസ്റ്റം. അതായത് നമ്മുടെ സെൻഡിങ് എൻഡ് ഉണ്ട്, അതേപോലെ റിസീവിങ് എൻഡ് ഉണ്ട്. റിസീവിങ് എൻഡിലാണ് നമുക്ക് എന്ത് കിട്ടുക, കറണ്ട് കിട്ടുക. കറണ്ട് ഔട്ട്പുട്ടിൽ വരിക, ഇൻപുട്ട് സൈഡിൽ വരുന്നത് എന്താണ്, സെൻഡിങ് എൻഡിലാണ്. ഓക്കെ, അപ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ദ റേഷ്യോ ഓഫ് ദ കറണ്ട് അച്ചീവ്ഡ് അറ്റ് ദ ഔട്ട്പുട്ട്. നമുക്ക് ഔട്ട്പുട്ട് റിസീവിങ് എൻഡിൽ കിട്ടുന്ന കറണ്ട് ഡിവൈഡഡ് ബൈ ദ കറണ്ട് അപ്ലൈഡ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സെൻഡിങ് എൻഡിൽ കൊടുക്കുന്ന കറണ്ട് അതാണ് ഇൻപുട്ട് കറണ്ട്, അതുപോലെ റിസീവിങ് എൻഡിൽ കിട്ടുന്നതാണ് ഔട്ട്പുട്ട് കറണ്ട്. 2 കറണ്ട് നമ്മൾ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഗാമ എന്നാണ്. ഈ ഗാമ ഈസ് ഈക്വൽ ടു I0 ബൈ II, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട്. ഓക്കെ, അതിൽ ഗാമനെ ഡിനോട്ട് ചെയ്യുന്ന സാധനമാണ് ആൽഫ പ്ലസ് ജെ ബീറ്റ. ഗാമ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ. അതിൽ E⁻ ഗാമയാണ് എന്തെന്ന് വിളിക്കുന്നത്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. അതിൽ ഗാമ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണ് ആൽഫ പ്ലസ് JB. അതിൽ ആൽഫ എന്ന് വിളിക്കുന്ന പേരാണ് അറ്റൻവേഷൻ കോൺസ്റ്റന്റ് ആൻഡ് ബീറ്റ ഈസ് ദ ഫേസ് കോൺസ്റ്റന്റ്. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ അറ്റൻവേഷൻ കോൺസ്റ്റന്റ്, ബീറ്റ എന്ന് പറയുന്നത് ഫേസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ജെ ബീറ്റ. ഈ ഗാമ E⁻γ എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം എന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ്? ഓക്കെ, അതായത് നമുക്ക് ഒരു എൻഡിൽ നിന്ന്, അതായത് സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിങ് എൻഡിലേക്കാണ് നമ്മൾ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ഒരു ലോസ്ലെസ് ട്രാൻസ്മിഷൻ എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ അവിടെ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല, സെൻഡിങ് എൻഡിൽ കൊടുക്കുന്ന എല്ലാ വോൾട്ടേജും റിസീവിങ് എൻഡിൽ എത്തുന്നു വിചാരിക്കാം. Suppose an electrical wave is traveling from one end to another through a uniform as well as a lossless transmission line. ഒരു ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ ഒരു ഇലക്ട്രിക്കൽ വേവ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, then the ratio of the voltage corresponding to the transmission line and the equivalent current that is flowing through it is called characteristic impedance. അങ്ങനെ ഒരു ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് എത്ര വോൾട്ടേജ് ആണ് പോകുന്നത് ഡിവൈഡഡ് ബൈ അതിലൂടെ എത്ര കറണ്ടാണ് പാസ് ചെയ്യുന്നത്. ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് വെച്ചാൽ നമുക്കറിയാം വോൾട്ടേജ് ബൈ കറണ്ട് ആണ് എപ്പോഴും. ഓക്കെ, വോൾട്ടേജ് ബൈ കറണ്ട് ആണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, Z എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വോൾട്ടേജ് എടുക്കേണ്ടത്, നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, പിന്നെ ലൈൻ എന്തായിരിക്കും, ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ആയിരിക്കും. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് കറസ്പോണ്ടിങ് ടു ദ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് ദ ഇക്വാലന്റ് കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ്. ഓക്കെ,
It should be noted that there is no reflection of the transmission wave will take place. Characteristic impedance നടക്കുന്ന സമയത്ത് റിഫ്ലക്ഷൻ വേവിന് എന്തുണ്ടാവാൻ പാടില്ല, റിഫ്ലക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ആകെ ഇൻസിഡന്റ് വേവ് മാത്രം ഉണ്ടാവുള്ളൂ. Okay, that is characteristic impedance Z0 is equal to root of voltage of transmitted wave divided by current of transmitted wave. Okay, ഇനി പാരാമീറ്റേഴ്സിന് നമ്മൾ ഈ ഒരു ടേമിലാക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, Z0ന്റെ വാല്യൂ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിന്റെ ഇതിൽ Z0ന്റെ വാല്യൂ എന്തായിരിക്കും, ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ് R പ്ലസ് ജെ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ G പ്ലസ് ജെ ഒമേഗ സി. ഓക്കെ, Z0 is equal to R പ്ലസ് ജെ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ G പ്ലസ് ജെ ഒമേഗ സി. അപ്പോൾ Z0യും നമ്മൾ നേരത്തെ പറഞ്ഞ ഗാമയാണ് ഒരു ട്രാൻസ്മിഷൻ ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാരാമീറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാരാമീറ്ററാണ് Z0 ആൻഡ് ഗാമ. ആ Z0യും ഗാമ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ Z0യും ഗാമ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ആയ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കണ്ടക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഒമേഗനെ കൂടി എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫ്രീക്വൻസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബട്ട് നോട്ട് ദ ലെങ്ത് ഓഫ് ദ ലൈൻ. ഏത് ലൈനാണ്, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനാണോ ലോങ് ട്രാൻസ്മിഷൻ ലൈനാണോ അതിന് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. അത് ലെങ്ത്തിന് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. Z0യും അതേപോലെ ഗാമ എന്ന പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ ഗാമ എന്ന് പറയുന്ന ടേമും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ലെങ്ത് ഓഫ് ദ ലൈൻ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യില്ല. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ Z0ന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് R പ്ലസ് ജെ ഒമേഗ എൽ ബൈ G പ്ലസ് ജെ ഒമേഗ സി. ഓക്കെ, നെക്സ്റ്റ് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ. ഒരു ട്രാൻസ്മിഷനിൽ ലോസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ആണ് ഫസ്റ്റ് കണ്ടീഷൻ, R ഈക്വൽ ടു G ഈക്വൽ ടു 0. ഓക്കെ, അതിൽ റെസിസ്റ്റൻസും കണ്ടക്ടൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കണം. അതുമാത്രമല്ല ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അറ്റന്വേഷൻ കോൺസ്റ്റന്റ് ആൽഫയുടെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, ഒമേഗ ഇൻറ്റു റൂട്ട് എൽ സി, ഒമേഗ റൂട്ട് എൽ സി. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആറും ജിയും എന്താണ്, 0 ആണ്. ആറും ജിയും 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും, Z0ന്റെ വാല്യൂ നമുക്കറിയാം റൂട്ട് ഓഫ് R പ്ലസ് ജെ ഒമേഗ എൽ ബൈ G പ്ലസ് ജെ ഒമേഗ സി ആണ്. ദാറ്റ് ഇസ് റൂട്ട് എൽ ബൈ സി. കാരണം ആറും ജിയും ക്യാൻസൽ ആയി 0 ആണ്. ബാക്കി എന്തുകൊണ്ട് ജെ ഒമേഗ ക്യാൻസൽ ആവും, റൂട്ട് എൽ ബൈ സി. ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ലോസ്ലെസ് ട്രാൻസ്മിഷൻ്റെ കേസിലാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റൂട്ട് എൽ ബൈ സി. ഓക്കെ, ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസിൻ്റെ വാല്യൂ ഫോർ എ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ Z0 is equal to root L by C. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ ലെങ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, രണ്ടാമത്തെ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ, മൂന്നാമത്തെ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ആ ലെങ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ 80 കിലോമീറ്റർ ലൈൻ വരെ ഉള്ളത് നമ്മൾ എന്തെടുക്കും, 80 കിലോമീറ്റർ വരെയുള്ള ട്രാൻസ്മിഷൻ ലൈനാണ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ നമ്മൾ നേരത്തെ വേറൊരു ടേമും കൂടി നോക്കിയിട്ടുണ്ട്. 80 കിലോമീറ്റർ വരെ അല്ലെങ്കിൽ 75 കിലോമീറ്റർ വരെയൊക്കെ എന്ത് ചെയ്യില്ല, കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 11 and 33 kV. 11 and 33 kV. അപ്പോൾ ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ് അതിനകത്ത് വരാം, ആറും എല്ലും മാത്രമേ മെയിനായിട്ട് വരുള്ളൂ. സി എന്ത് ചെയ്യില്ല, കപ്പാസിറ്റൻസിൻ്റെ ടേം നെഗ്ലിജിബിൾ ആയിരിക്കും. നെക്സ്റ്റ് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ 80 to 160 കിലോമീറ്റർ. 80 കിലോമീറ്റർ മുതൽ 160 കിലോമീറ്റർ വരെയാണ് മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ റേഞ്ച് വരിക. കപ്പാസിറ്റൻസിൻ്റെ വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 66 and 132 kV. പാരാമീറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് R, L and C. ഓക്കെ, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ വെച്ചാൽ എബോവ് 160 കിലോമീറ്റേഴ്സ്, എബോവ് 132 kV ആണ് വോൾട്ടേജ് റേഞ്ച്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വോൾട്ടേജ് റേഞ്ച്. ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് R, L and C. ഓക്കെ, അപ്പോൾ ഇതിൽ ഷോർട്ട് ട്രാൻസ്മിഷനിൽ വേണ്ടി മാത്രമേ എന്തുള്ളൂ, കപ്പാസിറ്റൻസ് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്താണ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളത് തന്നെയാണ്, വോൾട്ടേജ് റെഗുലേഷൻ, അതുപോലെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് വെച്ചാൽ എന്താ, വോൾട്ടേജ് റെഗുലേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈനിലേക്ക് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് കാരണം ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. നമ്മൾ സെൻഡിങ് എൻഡിൽ കൊടുക്കുന്ന എല്ലാ വോൾട്ടേജ് അവിടെ കിട്ടില്ല, റിസീവിങ് എൻഡിൽ കിട്ടില്ല, കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ എത്രയാണ് ആ വോൾട്ടേജ് ഡ്രോപ്പ് വിത്ത് റെസ്പെക്ട് ടു സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജ് എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്, വോൾട്ടേജ് regulation. That is when a transmission line is carrying current,
there is a voltage drop in the line due to resistance and inductance. റെസിസ്റ്റൻസും ഇൻഡക്ടൻസും കാരണം ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അത് കാരണം റിസീവിംഗ് എൻഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും. ആ വോൾട്ടേജ് ഡ്രോപ്പ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് VR ഈസ് കോൾഡ് വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു VS മൈനസ് VR ഡിവൈഡഡ് ബൈ VR ഇൻറ്റു 100. പിന്നെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇതുപോലെ എന്താണ്? പവർ റിസീവിംഗ് എൻഡിൽ സെൻഡിങ് എൻഡിൽ കൊടുക്കുന്ന എല്ലാ പവർ എവിടെ കിട്ടില്ല? റിസീവിംഗ് എൻഡിൽ കിട്ടില്ല. കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട്, കണ്ടക്ടൻസ്, അതൊക്കെ കാരണം എന്തുണ്ടാവും? ലോസസ് ഉണ്ടാവും. ആ ലോസസ് മൈനസ് ആയിട്ടുള്ളതാണ് ഇവിടെ കിട്ടുക, റിസീവിംഗ് എൻഡിൽ കിട്ടുക. അപ്പോൾ ദ റേഷ്യോ ഓഫ് റിസീവിംഗ് എൻഡ് പവർ ഡിവൈഡഡ് ബൈ സെൻഡിങ് എൻഡ് പവർ ഇൻറ്റു 100. ഇപ്പോൾ എഫിഷ്യൻസി പറയുന്ന പോലെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റിസീവിംഗ് എൻഡാണ്. അപ്പോൾ റിസീവിംഗ് എൻഡിൽ കിട്ടുന്ന പവർ ഡിവൈഡഡ് ബൈ സെൻഡിങ് എൻഡിൽ കിട്ടുന്ന പവറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. ഇപ്പോൾ റിസീവിംഗ് എൻഡിൽ കിട്ടുന്ന AC പവർ ആണ് എന്ത് കിട്ടും? VR IR cos ∅R. VR എന്ന് പറയുന്നത് റിസീവിംഗ് എൻഡിലുള്ള വോൾട്ടേജ്, IR റിസീവിംഗ് എൻഡിലുള്ള കറണ്ട്, cos ∅R അവിടെയുള്ള പവർ ഫാക്ടർ ഡിവൈഡ് ബൈ സെൻഡിങ് എൻഡിലുള്ള പവറിൻ്റെ ഇക്വേഷനാണ് VS IS cos ∅S. ഇതാണ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സെൻഡിങ് എൻഡിൽ കിട്ടുന്ന പവർ ലോസ് ആയിട്ടാണ് ഇവിടെ കിട്ടുക, റിസീവിംഗ് എൻഡിൽ വരിക. ആ ഒരു ടേം വന്നുകൊണ്ടാണ് എന്ത് വന്നത്? ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. ഇനി ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ 3 ടൈപ്പായി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ട്രാൻസ്മിഷൻ ലൈനിനെ. ഒന്ന് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. ഇപ്പോൾ 80 കിലോമീറ്ററിനേക്കാളും താഴെയുള്ള ട്രാൻസ്മിഷൻ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. 75-80 ഒക്കെയാണ് ആ റേഞ്ചിൽ വരിക. ഇപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ കേസിലാണ് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്? ലൈൻ കപ്പാസിറ്റൻസ് ഈസ് നെഗ്ലക്റ്റഡ്. ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ്റെ കേസിൽ ലൈൻ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? നെഗ്ലക്ട് ചെയ്യും. കാരണം ലീക്കേജ് കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അതൊക്കെ കാരണം എന്ത് ചെയ്യും? നമ്മൾ ലൈൻ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, ഇനി ABCD പാരാമീറ്റർ വെച്ചിട്ട് നമുക്ക് സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞ ഇക്വേഷൻ, 2 ഇക്വേഷൻ വേണം ഇതിനകത്ത്. VS is equal to VR plus IR into Z. ഓക്കെ, 2 ഇക്വേഷൻസ്. VS is equal to VR plus IR into Z. അതേപോലെ IS is equal to IR. കാരണം നമ്മൾ കപ്പാസിറ്റൻസ് എഫക്റ്റ് ഒക്കെ നെഗ്ലക്ട് ചെയ്യുകയാണ്. സെൻഡിങ് എൻഡിലുള്ള കറണ്ടും റിസീവിംഗ് എൻഡിലുള്ള കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ABCD പാരാമീറ്റർ എന്ത് കിട്ടും? ഇതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറയുന്നത് AV പ്ലസ് BI CV പ്ലസ് DI. നമ്മൾ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ABCD പാരാമീറ്ററിൽ പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് റിസീവിംഗ് എൻഡിലുള്ള വോൾട്ടേജ്, സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? AVR പ്ലസ് BIR IS. അതുപോലെ ISൻ്റെ വാല്യൂ എന്ന് പറയുന്നത് C ഇൻറ്റു VR പ്ലസ് D ഇൻറ്റു IR. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ എന്ത് കിട്ടും? എയുടെ സ്ഥലത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ സ്ഥലത്ത് 1 ആണുള്ളത്, ബിയുടെ സ്ഥലത്ത് എന്താണ്? Z ആണ്. ഓക്കെ, സിയുടെ സ്ഥലത്ത് എന്താ വരിക? അവിടെ വോൾട്ടേജിൻ്റെ ടേം ഇല്ല, എന്തായിരിക്കും? സിയുടെ വാല്യൂ 0 ആയിരിക്കും. ഡിയുടെ സ്ഥലത്ത് എന്തുണ്ട്? IR ഉണ്ട്, ദാറ്റ് ഈസ് ഡിയുടെ സ്ഥലത്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ABCD പാരാമീറ്ററിൽ പറയുന്ന സമയത്ത് എയുടെ വാല്യൂ 1 ആണ്. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ്റെ കേസിൽ ABCD പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ചോദിക്കാറുണ്ട് 1 Z 0 1. ഓക്കെ, എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ Z, സിയുടെ വാല്യൂ 0 ആൻഡ് D ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ എന്ത്? ABCD പാരാമീറ്റേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്മിഷൻ ലൈൻ്റെ ഇക്വേഷൻ, പെർസെൻറ്റേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ, അതേപോലെ പെർസെൻറ്റേജ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻസ്. ഓക്കെ, ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, അപ് ടു വാട്ട് ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ദ കപ്പാസിറ്റൻസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, എത്ര ട്രാൻസ്മിഷൻ ലൈനിൽ ഏത് ലെങ്ത് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റൻസ് നെഗ്ലക്ട് ചെയ്യുക. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്റൻസ് എഫക്റ്റ് നെഗ്ലക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ 220 കിലോമീറ്റർ, 150 കിലോമീറ്റർ, 120 കിലോമീറ്റർ, 75 കിലോമീറ്റർ. നമ്മൾ നോർമലി പറയാം 75 to 80 കിലോമീറ്റർ ആണ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ റേഞ്ച് പറയാം. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്ത് ചെയ്യും? നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. അതിൽ തന്നെ നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ പറഞ്ഞു. ഇനി പറയാനുള്ളത് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. എന്താണ് ഇൻസിഡൻറ്റ്, എന്താണ് റിഫ്ലക്റ്റഡ് വേവ്, പിന്നെ ABCD പാരാമീറ്റേഴ്സ്, പിന്നെ സർജ് ഇംപെഡൻസ് ലോഡിങ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരിക. അത് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ 80 മുതൽ 250 കിലോമീറ്റർ വരെ. ഓക്കെ, നമ്മൾ നോർമലി 80 to 160 എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ 250 കിലോമീറ്റർ താഴെ വരുന്ന എല്ലാം എന്തായിരിക്കും? മീഡിയം ട്രാൻസ്മിഷൻ ലൈനാണ്. നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് പല ടെക്സ്റ്റിൽ പല വാല്യൂസാണ് ഉള്ളത്. 80 to 160 ഉണ്ട്, അതുപോലെ 80 to 250 കിലോമീറ്റർ ഒക്കെ എന്താണ്? മീഡിയം ട്രാൻസ്മിഷൻ ലൈനിലാണ് വരിക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും?
നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്തിരുന്നില്ല. ഇവിടെ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എഫക്റ്റ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഒന്ന് നോമിനൽ ടി റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതേപോലെ പൈ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പൈ മോഡലുണ്ട്, അതേപോലെ ടി മോഡലുണ്ട്. ഓക്കെ, എന്താണ് ടി മോഡൽ നോക്കാം. ടി മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ടി ഷേപ്പിലാണ് വരിക. ഓക്കെ, ടി ഷേപ്പിൻ്റെ ഐ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അഡ്മിറ്റൻസ് ആണ്. വൈ എന്ന് പറയുന്ന അഡ്മിറ്റൻസ് ടേം ആണ് അവിടെ വരിക. ഇനി അതൊരു കപ്പാസിറ്റൻസ് ടേം, പിന്നെ രണ്ട് ഇൻഡക്റ്റൻസ് ടേം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മോഡൽ ചെയ്യുക. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് Z/2 ഈക്വൽ ഇൻഡക്റ്റൻസ് ആയിട്ടുള്ള രണ്ട് ഇൻഡക്റ്റൻസ് വെച്ചിട്ട് ഇൻഡക്ടറിനെ എന്ത് ചെയ്യും, Z/2 എന്ന് പറഞ്ഞ രണ്ട് ഇൻഡക്ടറാണ് എന്ത് വരിക, നമ്മുടെ ക്രോസ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ Z/2 Y ആണ് എന്ന് പറഞ്ഞാൽ ലോങ് മീഡിയം ട്രാൻസ്മിഷൻ ലൈനിലെ ടി മോഡൽ എന്ന് പറയുന്നത്, നോമിനൽ ടി മോഡൽ. That is, in the nominal T model of a medium transmission line, the shunt admittance is placed in the middle എന്തുണ്ടാവും, shunt admittance Y എന്ന് പറയുന്ന ടേം ഉണ്ടാവും. While the net series impedance is divided into two equal halves. Series impedance Z നമ്മൾ എന്ത് ചെയ്യും, Z/2 ആക്കിയിട്ട് എന്ത് ചെയ്യും, placed on the either side of the shunt capacitance. ഇന്ന് രണ്ട് സൈഡിൽ എന്ത് ചെയ്യും, നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ടി ഷേപ്പിൽ വരും. അതാണ് ടി മോഡൽ എന്ന് പറയാം. ഇനി ഈ കേസിൽ നമുക്ക് മെയിൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് ഈ ടി മോഡലിൻ്റെ ABCD പാരാമീറ്റേഴ്സ് എന്താണ്. അപ്പോൾ നോക്കിയാൽ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, Y/2 Z+1. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീറ്റെയിൽ ആവുന്നത് നമുക്ക് ആവശ്യമില്ല. പക്ഷേ വാല്യൂസ് നോക്കിയാൽ A = Y/2 Z+1, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് Z × Y/4 Z+1, C = Y, D = എയും ഡിയും എന്തായിരിക്കും, എപ്പോഴും എയും ഡിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ABCD പാരാമീറ്ററിൻ്റെ A = എപ്പോഴും D ആയിരിക്കും. നമ്മൾ ABCD പാരാമീറ്റർ എത്തുമ്പോൾ പറയാം. അപ്പോൾ എയും ഡിയും സെയിം ആണ്, Y/2 Z+1. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് Z × Y/4 Z+1, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് Y ആണ്. Y എന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസ്, Z എന്ന് പറയുന്നത് ഇംപെഡൻസ്. ഇതാണ് ടി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ എന്തുണ്ട്, പൈ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ എടുത്ത എന്താണ്, നമ്മൾ അഡ്മിറ്റൻസ് എന്തായാലും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ലൈനിലേക്ക് കൊടുക്കും. പൈ ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ട് പാരലൽ ലൈൻസ് ഇല്ല, അതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും, രണ്ട് അഡ്മിറ്റൻസ് Y/2. ഓക്കെ, Y/2. ഇനി ഇവിടുത്തെ സീരീസ് ആയിട്ട് എന്ത് കൊടുക്കും, നമ്മളെ ഇംപെഡൻസ്, അതാണ് Z. ഓക്കെ, നമ്മൾ ടി നെറ്റ്വർക്കിലാണെങ്കിൽ ഇംപെഡൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തത്, അഡ്മിറ്റൻസ് ആണ് മിഡിൽ വന്നത്. പൈ നെറ്റ്വർക്ക് വരുമ്പോൾ നേരെ റിവേഴ്സ് വരും, അഡ്മിറ്റൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് Y/2 ആയിട്ട് രണ്ട് ലെഗിലേക്ക് കൊടുക്കും. സെൻറ്ററിൽ എന്ത് കൊടുക്കും, ഇംപെഡൻസ് Z ആണ് എന്ത് ചെയ്യുക, സെൻറ്ററിൽ വരിക. അതിൻ്റെ ABCD പാരാമീറ്റർ നോക്കിയാൽ A = D ആണ്. അപ്പോൾ എയും ഡിയുടെ വാല്യൂ സെയിം ആയിരിക്കും. Y/2 Z+1, അതുപോലെ A എന്ന് പറയുന്നത് Y/2 Z+1. B = എന്തായിരിക്കും, Z ആയിരിക്കും. C = Y × Y/4 Z+1. ഇതാണ് പൈ നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റേഴ്സ്. ഓക്കെ, ജസ്റ്റ് ഒരു പോയിന്റ് ഒന്ന് നോക്കി പോകുക, ബൈ ഹാർട്ട് ചെയ്യാം ABCD പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, 250 കിലോമീറ്റേഴ്സിൻ്റെ മുകളിലുള്ളതൊക്കെ എന്താണ്, ലോങ് ട്രാൻസ്മിഷൻ ലൈനാണ്. ഓക്കെ, ഇതിലും എന്തുണ്ട്, നമ്മളെ പൈ നെറ്റ്വർക്കും ടി നെറ്റ്വർക്കും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ഇതിൽ ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, A എന്ന് പറയുന്നത് cos H ΔL, cos H × ΔL. അതുപോലെ B എന്ന് പറയുന്നത് ZC, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ZC, sin H ΔL. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറാണ്, എത്ര ലെങ്ത്തിലേക്കാണ് L പോകുന്നത്. C എന്ന് പറയുന്നത് sin H ΔL/ZC. D എന്ന് പറയുന്നത് cos Hൻ്റെ ടേമാണ്. ഓക്കെ, cos H ΔL. അപ്പോൾ ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ cos H ΔL. B എന്ന് പറയുന്നത് ZC, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ആണ് ZC എന്ന് പറയുന്നത്, ZC sin H ΔL. C പാരാമീറ്റർ എന്ന് പറയുന്നത് sin H ΔL/ZC. D എന്ന് പറയുന്നത് cos H ΔL. അത് നോക്കുക, എയുടെയും ഡിയുടെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ABCD പാരാമീറ്ററിൽ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. A = എന്തായിരിക്കും, D ആയിരിക്കും. ഓക്കെ, ഇത് ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഫൈനൽ ഇക്വേഷൻ ഒന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ZCയുടെ വാല്യൂ, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ZCയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, √Z/Y, √Z/Y. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, എല്ലാം നോക്കുക. √L/C നമ്മൾ നേരത്തെ നോക്കി, ലോസ്ലെസ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ ZCയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √L/C ആണ്. അപ്പോൾ ZCയുടെ വേറൊരു ഇംപെഡൻസും അഡ്മിറ്റൻസും ടേമിൽ പറയുമ്പോൾ വരുന്നത് √Z/Y ആണ് എന്തെന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ്. അതുപോലെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്
ഗാമ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് വൈ സെറ്റ്. ഓക്കെ, റൂട്ട് വൈ ഇൻറ്റു സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടേം ഇൻസിഡൻറ്റ് വോൾട്ടേജ് ആൻഡ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ്. എന്താണ് ഇൻസിഡൻറ്റ് വോൾട്ടേജ്, എന്താണ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്? ഇപ്പോൾ രണ്ട് വേവ് ഫോം ഇവിടെ തന്നിട്ടുണ്ട്. രണ്ട് വേവ് ഫോം എത്തുമ്പോൾ നോക്കാം. എക്സ് കൂടുന്നതനുസരിച്ച് ഇൻസിഡൻറ്റ് നമ്മുടെ ലെങ്ത് കൂടുന്നതനുസരിച്ച് എക്സ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്ത് പോവാണ്. എക്സ്പോണൻഷ്യലായിട്ട് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്ത് പോവാണ്. എക്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട്. അതായത് റിസീവിങ് എൻഡ് എന്നാണ് ഇത് വരുന്നത് ടു സെൻഡിങ് എൻഡ്. ദറ്റ് ഈസ് വോൾട്ടേജ് ഫ്രം റിസീവിങ് എൻഡ് ടു സെൻഡിങ് എൻഡ് ഈസ് ഇൻക്രീസിങ്. അത് നമ്മുടെ ഒരു വോൾട്ടേജ് വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് വേവ് ഫോമിന് രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന് ഇൻസിഡൻറ്റ് പാർട്ട്, മറ്റേത് റിഫ്ലക്റ്റഡ് പാർട്ട്. അപ്പോൾ ഏത് പാർട്ടിലാണ് റിസീവിങ് എൻഡിൽ നിന്ന് സെൻഡിങ് എൻഡിലേക്ക് വോൾട്ടേജ് പോകുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യുന്നത്, ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് വോൾട്ടേജ്. ദറ്റ് ഈസ് ദ വോൾട്ടേജ് ഫ്രം റിസീവിങ് എൻഡ് ടു സെൻഡിങ് എൻഡ് ഈസ് ഇൻക്രീസിങ് ആസ് ദ ലൈൻ ഡിസ്റ്റൻസ് ഇൻക്രീസസ്. എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ടേമിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് വോൾട്ടേജ്. ഇനി രണ്ടാമത്തെ ടേം നോക്കാം. നേരെ തിരിച്ചാൽ വരും എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് കണ്ടിന്യൂസ്ലി റെഡ്യൂസിങ് വിത്ത് ഇൻക്രീസ് ഇൻ എക്സ്. എക്സ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യാണ്. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ ഇൻസിഡൻറ്റ് വോൾട്ടേജ് പ്ലസ് എന്തായിരിക്കും? റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ആയിരിക്കും. ഇൻസിഡൻറ്റ് വോൾട്ടേജ് പ്ലസ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ആണ് അറ്റ് എനി പോയിന്റ്. ഇനി ഒരു ടേമും കൂടി വരും, റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്. ഒന്നുമില്ല, റിഫ്ലക്ഷൻ വേവ്, റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ഇൻസിഡൻറ്റ് വേവിൻ്റെയും ഇടയിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ളതാണ്. റേഷ്യോ ഓഫ് വോൾട്ടേജ് റിഫ്ലക്ഷൻ വേവ് ടു ഇൻസിഡൻറ്റ് വേവ് അറ്റ് ലോഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു ലോഡിൽ റിഫ്ലക്ഷൻ വോൾട്ടേജിൻ്റെയും ഇൻസിഡൻറ്റ് വോൾട്ടേജിൻ്റെയും ഉള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ആണ് കൊടുത്തേക്കുന്നത്, റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്. നെക്സ്റ്റ് വൺ, ഫ്ലാറ്റ് ഓർ ഇൻഫിനിറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. എന്താണ് ഇൻഫിനിറ്റ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ എന്താണ് ഫ്ലാറ്റ് ലൈൻ എന്ന് പറയുന്നത്? ഓക്കെ, ഒരു ട്രാൻസ്മിഷൻ ലൈന് അതിൻ്റെ ലോഡ് അല്ലെങ്കിൽ ലൈന് എൻഡ് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് ആണെങ്കിൽ ആ ലൈനിൽ വിളിക്കുന്ന പേരാണ് ഇൻഫൈനൈറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. അത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് എന്ത് കണക്ട് ലോഡ് കണക്ട് ചെയ്യും അല്ലേ? ആ ലോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് ആണെങ്കിൽ, ZC ആണെങ്കിൽ ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഇൻഫൈനൈറ്റ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. ദാറ്റ് ഈസ് എ ഫ്ലാറ്റ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ലൈൻ ടെർമിനേറ്റഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ്. അപ്പോൾ ലോഡ് ഇമ്പിഡൻസിൻ്റെ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ സച്ച് എ ലൈൻ ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ ഇൻഫൈനൈറ്റ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ അതിനൊന്നുണ്ടാവില്ല, റിഫ്ലക്റ്റഡ് വേവ് ഉണ്ടാവില്ല. ആകെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻസിഡൻറ്റ് വോൾട്ടേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനോട് കൊടുത്തിട്ടുണ്ട്, അത്ര നമുക്ക് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ ടേം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഫ്ലാറ്റ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ട്രാൻസ്മിഷൻ ലൈനിലെ കേസിലാണെങ്കിൽ റിഫ്ലക്റ്റഡ് വോൾട്ടേജ് 0 ആയിരിക്കും. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻസിഡൻറ്റ് വോൾട്ടേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സർജ് ഇമ്പിഡൻസ്. എന്താണ് സർജ് ഇമ്പിഡൻസ്? അതുപോലെ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് ഉണ്ട്. ദ ഇമ്പിഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ വിത്തൗട്ട് ലോസസ്. ഒരു ലോസ് ഇല്ലാത്ത ലോസ്ലെസ് ആയ ട്രാൻസ്മിഷൻ ലൈനിലെ ഇമ്പിഡൻസിനെ വിളിക്കുന്ന പേരാണിത് സർജ് ഇമ്പിഡൻസ് ഓർ നാച്ചുറൽ ഇമ്പിഡൻസ്. ദാറ്റ് ഈസ് ദ ഇമ്പിഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ വിത്തൗട്ട് ലോസസ് ഈസ് നോൺ ആസ് സർജ് ഇമ്പിഡൻസ് ഓർ നാച്ചുറൽ ഇമ്പിഡൻസ്. ഓക്കെ, അതായത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് നേരത്തെ പറഞ്ഞില്ല, ലോഡിൻ്റെ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആണെങ്കിൽ ആ അതാണ് എന്തെന്ന് വിളിക്കുക? സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് എന്ന് വിളിക്കാം. നമുക്കറിയാം ZCൻ്റെ വാല്യൂ എന്താ? ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് Z/Y. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് Z/Y ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ Z എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, റൂട്ട് ഓഫ് R + jωL ഡിവൈഡഡ് ബൈ G + jωC. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഓഫ് എനി ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് Z/Y. Z എന്ന് പറഞ്ഞ ഇമ്പിഡൻസ് ആണ്, Y എന്ന് പറഞ്ഞ അഡ്മിറ്റൻസ് ആണ്. വേർ Z ഈസ് ഈക്വൽ ടു R + jωL, Y ഈസ് ഈക്വൽ ടു G + jωC. നമുക്കറിയാം ഒരു ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് നേരത്തെ പറഞ്ഞു? R = 0 ആണ്, G = 0 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ZS ഈസ് ഈക്വൽ ടു സർജ് ഇമ്പിഡൻസ്. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? സർജ് ഇമ്പിഡൻസ് എന്ന് വിളിക്കുക. സർജ് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഈക്വൽ ടു എന്തായിരിക്കും? L/C. ഓക്കെ, അപ്പോൾ സർജ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിലെ എന്താണ്? ഇമ്പിഡൻസിനെ വിളിക്കുന്ന പേരാണ് സർജ് ഇമ്പിഡൻസ്. ഓക്കെ, റൂട്ട് ഓഫ് L/C ആണ് സർജ് ഇമ്പിഡൻസിൻ്റെ
വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ റൂട്ട് എൽ ബൈ സി ആണ്. സർജ് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ഓഫ് വയർ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സർജ് ഇംപെഡൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ഓഫ് ദ ലൈൻ. വാല്യൂ ഓഫ് സർജ് ഇംപെഡൻസ് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിലാണെങ്കിൽ സർജ് ഇംപെഡൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 400 ohms ആണ് വരിക. അതേപോലെ അണ്ടർഗ്രൗണ്ട് കേബിളാണെങ്കിൽ 40 ohms ആയിരിക്കും ഇതിന്റെ വാല്യൂ, സർജ് ഇംപെഡൻസിന്റെ വാല്യൂ. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സർജ് ഇംപെഡൻസ് ഫോർ ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ? എത്ര വരും? 400 ohm. അതേപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾ ആണെങ്കിൽ സർജ് ഇംപെഡൻസ് എന്ന് പറയുന്നത് 40 ohm ആണ്. ഒരു ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസിനെ വിളിക്കുന്ന പേരാണിത് സർജ് ഇംപെഡൻസ്. ഓക്കെ. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈൻ ടെർമിനേറ്റ്സ് ഇൻ എ സർജ് ഇംപെഡൻസ്? നമ്മൾ നേരത്തെ ഫ്ലാറ്റ് ട്രാൻസ്മിഷൻ ലൈൻ പറഞ്ഞു, അതേപോലെ ഇൻഫിനിറ്റ് ട്രാൻസ്മിഷൻ ലൈൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരു ട്രാൻസ്മിഷൻ ലൈൻ എൻഡ് ചെയ്യുന്നതിൻ്റെ ലോഡ് ഇംപെഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ലൈൻ ടെർമിനേറ്റ് ചെയ്യുന്നത് അതിന്റെ സർജ് ഇംപെഡൻസിലാണെങ്കിൽ, ഇപ്പോൾ ലോഡ് ഇംപെഡൻസിന്റെ വാല്യൂ സർജ് ഇംപെഡൻസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുക. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ലൈൻ ടെർമിനേറ്റ്സ് ഇൻ എ സർജ് ഇംപെഡൻസ്? ഇഫ് എ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ terminates in a surge impedance, that is if the load is a pure resistance. ഓക്കെ, പ്യുവർ റെസിസ്റ്റീവ് ലോഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? സർജ് ഇംപെഡൻസിന് ഈക്വൽ ആയിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിന് ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഇൻഫൈനൈറ്റ് ലൈൻ ഓർ ഫ്ലാറ്റ് ലൈൻ. നമ്മൾ നേരത്തെ നോക്കി. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൽ എന്തുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു? റിഫ്ലക്ഷൻ വേവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആകെ എന്ത് മാത്രമേ ഉള്ളൂ? ഇൻസിഡന്റ് വേവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദർ വിൽ ബി നോ എനി റിഫ്ലക്ഷൻ ഓഫ് ഫോർവേഡ് ട്രാവലിംഗ് വേവ്. Okay, therefore the voltage will be same throughout the line. ലൈൻ ട്രാൻസ്മിഷൻ ലൈനിൽ ത്രൂ ഔട്ട് എന്തായിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും. പിന്നെന്താ? ദ ലൈൻ വിൽ കോമ്പൻസേറ്റ് ഇറ്റ് സെൽഫ്. വോൾട്ടേജ് സെയിം ആവുക. ഇങ്ങനെ സെയിം ആവുക കാരണം അവിടെ കപ്പാസിറ്റൻസ് ഉണ്ട്, ഇൻഡക്ടൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടൻസ് കാരണം റിയാക്റ്റീവ് പവർ ഉണ്ടാവും, അതുപോലെ കപ്പാസിറ്റൻസ് കാരണം എന്താണ്? റിയാക്റ്റീവ് പവർ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലൈൻ എന്ത് ചെയ്യും? സ്വയം കോമ്പൻസേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദ റിയാക്റ്റീവ് പവർ ഡിമാൻഡഡ് ബൈ ദ സീരീസ് ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസിന് ആവശ്യമായ റിയാക്റ്റീവ് പവർ ആര് കൊടുക്കും? ഷണ്ട് കപ്പാസിറ്റൻസ് കൊടുക്കും. എന്ന് വെച്ചാൽ എല്ലും സി എന്തായി പോകും? പരസ്പരം ന്യൂട്രലൈസ് ചെയ്തു പോകും. അത് ലോഡ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പ്യുവർ റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ലോഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ്. ആ ലോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ZC ആയിരിക്കും. ലോഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ZC വരും. ഓക്കെ, സർജ് ഇംപെഡൻസിൽ ടെർമിനേറ്റ് ചെയ്യുന്ന ലൈനിന്റെ ലോഡ് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് ആയിരിക്കും. ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് സർജ് ഇംപെഡൻസ് ലോഡിംഗ്. ഓക്കെ, അപ്പോൾ സർജ് ഇംപെഡൻസ് ലോഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം ലോഡ് ദാറ്റ് ക്യാൻ ബി ഡെലിവേർഡ് ബൈ ദ ട്രാൻസ്മിഷൻ ലൈൻ വെൻ ദ ലോഡ് ടെർമിനേറ്റ്സ് വിത്ത് ദ വോൾട്ടേജ് ഈക്വൽ ടു വിത്ത് ദ വാല്യൂ ഈക്വൽ ടു സർജ് ഇംപെഡൻസ് ഓഫ് ദ ലൈൻ. അതായത് നമ്മുടെ ലോഡിന്റെ വാല്യൂ സർജ് ഇംപെഡൻസ് ZS ആവുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിൽ എത്ര ലോഡിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു ആ ലോഡിനെ വിളിക്കുന്ന പേരാണ് സർജ് ഇംപെഡൻസ് ലോഡിംഗ്. ഒന്നുകൂടെ നോക്കാം. സർജ് ഇംപെഡൻസ് ലോഡിംഗ് is defined as the maximum load that can be delivered by the transmission line when the load terminates with the value equal to surge impedance of the line. ലൈനിന്റെ സർജ് ഇംപെഡൻസ് ലൈൻ ലോഡിന് ഈക്വലായ ലോഡ് ആണെങ്കിൽ ആ ലോഡിന് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ട്രാൻസ്മിഷൻ ലൈനിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡിനെ വിളിക്കുന്ന പേരാണിത് സർജ് ഇംപെഡൻസ് ലോഡിംഗ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇഫ് എ ലൈൻ ടെർമിനേറ്റ്സ് വിത്ത് സർജ് ഇംപെഡൻസ്, ലൈനിന്റെ എൻഡിങ് സർജ് ഇംപെഡൻസിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്തുള്ള ലോഡിനെ വിളിക്കുന്ന പേരാണ് സർജ് ഇംപെഡൻസ് ലോഡിംഗ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മെഗാവാട്ടിലാണ് സാധാരണ പറയുക. സർജ് ഇംപെഡൻസ് ലോഡിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? KVL square divided by ZS, that is line voltage square of line voltage divided by surge impedance. Important term ആണ് surge impedance loading. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. surge impedance loading is equal to square of line voltage in KV, that is KV square divided by surge impedance ZS. ഓക്കെ, കാരണം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ഇംപെഡൻസ് ആണ് ലോഡ് എന്ന് പറയുന്നത്. ലോഡ് കറണ്ട് ആണ് സർജ് ഇംപെഡൻസ് ലോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Surge impedance loading and the capacitance and inductance are distributed uniformly. Okay, next, when the line is charged, then the shunt capacitance generate reactive power and feeds to the line. Okay, while the series inductance absorbs the reactive power. Shunt capacitance reactive power generate ചെയ്യും, അത് ലൈനിലേക്ക് കൊടുക്കും. അതേസമയത്ത് സീരീസ് ഇംപെഡൻസ് എന്ത് ചെയ്യും? ആ റിയാക്റ്റീവ് പവറിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അതായത് സീരീസ് ഇൻഡക്ടൻസ് കാരണം ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിന് ആര് കോമ്പൻസേറ്റ് ചെയ്യും? ഷണ്ട് കപ്പാസിറ്റൻസ് കോമ്പൻസേറ്റ് ചെയ്യും. അങ്ങനെ എഫക്റ്റീവ്ലി ഇൻഡക്ടൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. ആ സർക്യൂട്ട് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഓക്കെ. നെക്സ്റ്റ് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് നാച്ചുറൽ ലോഡ് ഓഫ് ട്രാൻസ്മിഷൻ. സർജ് ഇംപെഡൻസ് ലോഡിന്റെ വേറൊരു പേരാണ് നാച്ചുറൽ ലോഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ബിക്കോസ് ദ പവർ ഈസ് നോട്ട് ഡിസിപ്പേറ്റഡ് ഇൻ ദ ട്രാൻസ്മിഷൻ. ഓക്കെ. അണ്ടർ നാച്ചുറൽ ലോഡ് ദ റിയാക്റ്റീവ് പവർ ബിക്കംസ് ടെർമിനേറ്റഡ്. റിയാക്റ്റീവ് പവർ കോമ്പൻസേറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു. ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും പരസ്പരം റിയാക്റ്റീവ് പവറിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം ലോഡ് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. ഓക്കെ. പ്യുവർലി റെസിസ്റ്റീവ് ആയതുകൊണ്ട് തന്നെ സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൽ വോൾട്ടേജും കറണ്ട് എന്തായിരിക്കും? സെയിം ഫേസ്. ഓക്കെ. റെസിസ്റ്റീവ് ലോഡാണ്, വോൾട്ടേജും കറണ്ട് എന്തായിരിക്കും? സെയിം ഫേസിലായിരിക്കും. ഇനി സർജ് ഇംപെഡൻസ് ലോഡിങ് സമയത്ത് നമ്മുടെ രണ്ട് റിയാക്റ്റീവ് പവേഴ്സ് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇൻഡക്ടൻസ് കാരണമുള്ള റിയാക്റ്റീവ് പവറും കപ്പാസിറ്റൻസ് കാരണമുള്ള റിയാക്റ്റീവ് പവർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ZCന്റെ വാല്യൂ എന്ത്? √L/C. നമ്മൾ നേരത്തെ നോക്കിയ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിന്റെ വാല്യൂ എന്താണ്? √L/C. ഓക്കെ. അതിനാണ് എന്ത് വിളിക്കുക? സർജ് ഇംപെഡൻസ് ലോഡിങ്. എപ്പോഴാണ് നമ്മുടെ ലോഡിന്റെ വാല്യൂ സർജ് ഇംപെഡൻസിന് ഈക്വൽ ആകുന്നത്? ആ സമയത്ത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സർജ് ഇംപെഡൻസ് ലോഡിങ്. ഓക്കെ. √L/C കണ്ടീഷനിലാണ് സർജ് ഇംപെഡൻസ് ലോഡിങ് വരാം. നെക്സ്റ്റ് പവർ. ഇഫ് PO ഈസ് ദ നാച്ചുറൽ ലോഡ് ഓഫ് ദ ലൈൻ, സർജ് ഇംപെഡൻസ് ഓഫ് ലൈൻ പെർ ഫേസ്. സിംഗിൾ ഫേസ് ലൈൻ ആണെങ്കിൽ VP IP cos phi. അതാണ് സർജ് ഇംപെഡൻസ് ലോഡിങ്. ഇഫ് ദ ലോഡ് ഈസ് പ്യൂർലി റെസിസ്റ്റീവ് വരുമ്പോൾ എന്തും cos phi ന്റെ വാല്യൂ 1 ആയിരിക്കും. ദറ്റ് ഇസ് VP IP. IP എന്ന് പറയുന്നത് VP/Z0 ആണ്. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ എന്ത് കിട്ടും? സർജ് ഇംപെഡൻസ് ലോഡിങ് ഈസ് ഈക്വൽ ടു VP²/Z0. കാരണം പവർ ഈസ് ഈക്വൽ ടു V²/R ആണ്. അപ്പോൾ എന്ത് കിട്ടും? P0 സർജ് ഇംപെഡൻസ് പവർ ഈസ് ഈക്വൽ ടു VP²/Z0. ഓക്കെ. ദ പവർ പെർ ഫേസ് പവർ ട്രാൻസ്മിറ്റഡ് അണ്ടർ സർജ് ഇംപെഡൻസ് ലോഡിങ്. ഇതെല്ലാം ഒരു ഇക്വേഷൻസ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. സർജ് ഇംപെഡൻസ് ലോഡിങ്ങിന്റെ സമയത്ത് പവർ ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? VP²/Z0. Z0 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ആണ്. ഓക്കെ. ഇനി 3 ഫേസിന്റെ കേസിലാണെങ്കിലോ 3 ഫേസ് പവർ എന്ന് പറഞ്ഞാൽ KVL²/Z0 മെഗാവാട്ട്. അതിനാണ് എന്ത് വിളിക്കുക? സർജ് ഇംപെഡൻസ് ലോഡിങ്. എത്ര ലോഡ് വരെ അതിന് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ആ ടേമിനാണ് സർജ് ഇംപെഡൻസ് ലോഡിംഗ് എന്ന് വിളിക്കുക. 3 ഫേസിലാണെങ്കിൽ KVL²/Z0, സിംഗിൾ ഫേസിലാണെങ്കിൽ എന്ത് വരും? VP² പെർ ഫേസ് വോൾട്ടേജ് VP²/Z0. ഓക്കെ. നെക്സ്റ്റ് സർജ് ഇംപെഡൻസ് ലോഡിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്താണ് ആ ഫാക്ടർ എന്നുള്ളത് നമുക്ക് നോക്കാം. സർജ് ഇംപെഡൻസ് ലോഡിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലായി എന്താണ്? KV², അതുപോലെ V² എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർജ് ഇംപെഡൻസ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ലൈനിലെ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. സർജ് ഇംപെഡൻസ് ലോഡിംഗ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ ലൈൻ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സർജ് ഇംപെഡൻസ് ലോഡിംഗ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ ലൈൻ. സപ്പോസ് ഇഫ് ദ ലോഡ് ഈസ് ലെസ് ദാൻ സിൽ, അതായത് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിന്റെ ലോഡ് എന്ന് പറയുന്നത് സർജ് ഇംപെഡൻസ് ലോഡിങ്ങിനേക്കാളും കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? റിയാക്റ്റീവ് വോൾട്ട് ആംപിയേഴ്സ് ആർ ജനറേറ്റ്. റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ റിസീവിംഗ് എൻഡിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജിന് കൂടുതലായിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇഫ് ദ ലോഡ് ഈസ് ലെസ് ദാൻ സർജ് ഇംപെഡൻസ് ലോഡിംഗ്, റിസീവിംഗ് എൻഡിലുള്ള വോൾട്ടേജ് VR ഈസ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. VR ഈസ് ഗ്രേറ്റർ ദാൻ VS. സെൻഡിങ് എൻഡിലെ വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും റിസീവിംഗ് എൻഡിലെ വോൾട്ടേജ്. കാരണം റിയാക്റ്റീവ് വോൾട്ട് ആംപിയേഴ്സ് എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും, ലോഡ് കുറവാണെങ്കിൽ. On the other hand, if the cell is greater than the load, surge impedance loading is greater than the load ആണെങ്കിൽ, okay, എന്ത് സംഭവിക്കും? The voltage at the receiving end is smaller. Receiving endലെ വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. സെൻഡിങ് എൻഡിലെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. ബിക്കോസ് ദ ലൈൻ അബ്സോർബ്സ് റിയാക്റ്റീവ് പവർ. നേരത്തെ കേസിൽ ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് സില്ലിനേക്കാളും കൂടുതലാണെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? റിസീവിംഗ് എൻഡിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ബിക്കോസ് ദ ലൈൻ അബ്സോർബ്സ് ദ റിയാക്റ്റീവ് പവർ. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് ദ ഷണ്ട് കണ്ടക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ് ആർ നെഗ്ലക്റ്റഡ്, സിൽ ഈസ് ഈക്വൽ ടു ദ ലോഡ്, then the voltage at both ends will be equal. ഓക്കെ. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ABCD പാരാമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പാരാമീറ്റേഴ്സ് കാണിക്കുന്നതാണ് ABCD പാരാമീറ്റർ. 2 പോർട്ട് നെറ്റ്വർക്ക്, നമ്മൾ നെറ്റ്വർക്ക് തിയറിയിൽ 2 പോർട്ട് നെറ്റ്വർക്ക് നോക്കിയിട്ടുണ്ട്. ഡിപ്ലോമ ലെവലിന് ഇത് ആവശ്യമില്ല ABCD പാരാമീറ്റേഴ്സ്. ജസ്റ്റ് ആ ഫൈനലായിട്ടുള്ള ടേം മാത്രം ആവശ്യമാണ്. ഡിഗ്രി ലെവലിനാണ് ABCD പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്നത്. അതായത് നമ്മൾ സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജിനെ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു റിസീവിംഗ് എൻഡിലുള്ള വോൾട്ടേജും റിസീവിംഗ് എൻഡിലുള്ള കറണ്ടും നമ്മൾ എന്ത് ചെയ്യുക? റിലേറ്റ് ചെയ്യുക. അതുപോലെ ISനെ എന്ത് ചെയ്യുക? VRൻ്റെയും IRൻ്റെയും ടേംസിൽ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? ABCD പാരാമീറ്റർ. A VR പ്ലസ് B IR C VR പ്ലസ് D IR. ഇതാണ് എന്ത്? ABCD പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ. 2 പോർട്ട് നെറ്റ്വർക്കിൽ കാണിക്കാം. സെൻഡിങ് എൻഡിലുള്ള വോൾട്ടേജ്, റിസീവിംഗ് എൻഡിലുള്ള വോൾട്ടേജ്. സെൻഡിങ് എൻഡിലുള്ള ടേംസ് ആണ് എയും സിയും വോൾട്ടേജ് ടേം.
അതുപോലെ റിസീവിംഗ് എൻഡിലെ ടേംസ് ആണ് ബിയും ഡിയും. 2 പോർട്ട് നെറ്റ്വർക്കാണ് നമ്മൾ കാണിക്കാം. അപ്പോൾ ഇക്വേഷൻ വി എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എ വി ആർ പ്ലസ് ബി ഇൻറ്റു ഐ ആർ, എ വി ആർ പ്ലസ് ബി ഇൻറ്റു ഐ ആർ. അതുപോലെ സെൻഡിങ് എൻഡിലെ കറണ്ട് ഐ എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി വി ആർ പ്ലസ് ഡി ഐ ആർ. അപ്പോൾ എ ബി സി ഡി പാരാമീറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും മെട്രിക്സ് ഫോമിൽ. അതിൽ വി എസ് സെൻഡിങ് എൻഡ് വോൾട്ടേജ്, ഐ എസ് സെൻഡിങ് എൻഡ് കറണ്ട്, വി ആർ റിസീവിംഗ് എൻഡിലെ വോൾട്ടേജ്, ഐ ആർ റിസീവിംഗ് എൻഡിലെ കറണ്ട്. ആ എ ബി സി ഡി കോൺസ്റ്റന്റിന് വിളിക്കുന്ന പേരാണ് എ ബി സി ഡി പാരാമീറ്റർ, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാരാമീറ്റർ, അല്ലെങ്കിൽ ചെയിൻ പാരാമീറ്റർ. 3 പേരുകളുണ്ട്: എ ബി സി ഡി പാരാമീറ്റർ, ട്രാൻസ്മിഷൻ പാരാമീറ്റർ ഓർ ചെയിൻ പാരാമീറ്റേഴ്സ്. അപ്പോൾ എ ബി സിയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെർഫോമൻസ് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ട്രാൻസ്മിഷൻ കോൺസ്റ്റന്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ജനറലി കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, എ പ്ലസ് ജെ ബി ഫോമിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും എ ബി സി ഡി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ എയും ഡി എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, എയും ഡിയും എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആണ്. ബിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓമിലായിരിക്കും. എന്ന് വെച്ചാൽ ഇമ്പിഡൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ്. സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സീമൻ. സി എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, എയും ഡിയും ഡയമെൻഷൻലെസ്, ബി എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ്, അപ്പോൾ ഓം ആയിരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ്, വൈ ആണ്, അപ്പോൾ സീമൻ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേം ഫോർ എ ഗിവൻ ട്രാൻസ്മിഷൻ ലൈൻ എ ഇസ് ഈക്വൽ ടു ഡി. ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. എ ഇസ് ഈക്വൽ ടു ഡി ആയിരിക്കും ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സിൻ്റെ കേസിൽ. എ ഈക്വൽ ടു ഡി. അത് മാത്രമല്ല റെസിപ്രോസിറ്റി കണ്ടീഷൻ വരുന്ന സമയത്ത് സംഭവിക്കും എ ഡി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു 1. പ്രൊഡക്റ്റ് ഓഫ് എ ഡി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു 1. ഇതാണ് റെസിപ്രോസിറ്റി കണ്ടീഷൻ. നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് സമയത്ത് പറഞ്ഞിരുന്നു എ ഡി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു 1 ആണ് റെസിപ്രോസിറ്റി കണ്ടീഷൻ, എ ഈക്വൽ ടു ഡി ആണ് സിമെട്രി കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ടേംസ് ഓർത്തിക്കുക, എ ഈക്വൽ ടു ഡി, അതേപോലെ എ ഡി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഫോർ ട്രാൻസ്മിഷൻ ലൈൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് റിലേഷൻ ഈസ് കറണ്ട്? അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ കേസിൽ ഇതിൽ ഏത് റിലേഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻസ്: എ ഡി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു 1, എ സി മൈനസ് ബി ഡി ഇസ് ഈക്വൽ ടു 1, ബി എ മൈനസ് സി ഡി ഇസ് ഈക്വൽ ടു 1, ബി സി മൈനസ് എ ഡി ഇസ് ഈക്വൽ ടു 1. ആൻസർ എന്ന് പറയുന്നത് എ ഡി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു 1. അതേപോലെ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് സിമ്മട്രിയുടെ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുന്നത് എ ഈക്വൽ ടു ഡി. അതേപോലെ റെസിപ്രോസിറ്റി കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ എ ഡി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു 1. ഇത് നമ്മൾ നേരത്തെ 2 പോർട്ട് നെറ്റ്വർക്ക് നോക്കില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്മിഷൻ ലൈനിലെ ഇലക്ട്രിക്കൽ ടേംസും അതുപോലെ പെർഫോമൻസ് ഇതിലൊക്കെ വരിക. ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് പവർ സിസ്റ്റത്തിൽ. കൊറോണ എഫക്റ്റ്, സ്കിൻ എഫക്റ്റ്, പ്രോക്സിമിറ്റി എഫക്റ്റ് ഉണ്ട്. അതുപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾ, ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾസ്, ഏതൊക്കെ കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ റേറ്റിംഗ് എന്തൊക്കെയാണ്, പിന്നെ എച്ച് വി ഡി സി, ഹൈ വോൾട്ടേജ് ഡി സി ട്രാൻസ്മിഷനൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.